ഈ ഇലക്ഷൻ ഒരു സീറ്റ് ജയിക്കാനോ 2 സീറ്റ് ജയിക്കാനോ 3.5 സീറ്റ് ജയിക്കാനല്ല. 5 മേഖലയിൽ ഇന്ന് ബാബുജിയും തുഷാർജിയും എല്ലാ മുന്നണികൾ ലീഡേഴ്സിന്റെ ഒപ്പം ഇരുന്ന് എല്ലാ 140 അസംബ്ലി സെഗ്മെന്റിൽ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ് മത്സരിക്കും. NDA ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഇവര് രണ്ടുപേരും ഒരു പ്രചരണം നടത്തി ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുമ്പോൾ NDA മുമ്പോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ ജൂലൈ 2025 മുതൽ ഇന്ന് വരെ NDA പറയുന്ന കാര്യമാണ്, മാറാത്തത് ഇനി മാറും, നമുക്ക് വേണം വികസിത കേരളം. ഇനി അടുത്ത 60 ദിവസം NDA പുതിയൊരു മുദ്രാവാക്യം മുമ്പോട്ട് വയ്ക്കും. അതൊരു കണ്ടിന്യൂഷൻ ആയിരിക്കും. അത് ഇന്ന് ഇവിടെ അവതരിപ്പിക്കും. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സങ്കല്പം ഇന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ മാറ്റം നാടിന്റെ ആവശ്യമുള്ളൊരു മാറ്റം, ജനങ്ങൾ ആവശ്യമുള്ളൊരു മാറ്റം, ജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു മാറ്റം. ആ മാറ്റം കൊണ്ടുവരാൻ NDA BJPക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ഇന്ന് നമ്മൾ തീരുമാനിച്ച് അടുത്ത 60 ദിവസം അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ ഇലക്ഷൻ ഒരു സീറ്റ് ജയിക്കാനോ 2 സീറ്റ് ജയിക്കാനോ 3.5 സീറ്റ് ജയിക്കാനല്ല. 5 മേഖലയിൽ ഇന്ന് ബാബുജിയും തുഷാർജിയും എല്ലാ മുന്നണികൾ ലീഡേഴ്സിന്റെ ഒപ്പം ഇരുന്ന് എല്ലാ 140 അസംബ്ലി സെഗ്മെന്റിൽ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ് മത്സരിക്കും. NDA ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഇതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല. കോൺഗ്രസിന് സംശയം ഉണ്ടാവാൻ പാടില്ല, CPM സംശയം ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ പ്രവർത്തകർക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ 4 ദിവസം മുമ്പേ ഞാൻ ഡൽഹി പോയി നമ്മുടെ കോർപ്പറേറ്റേഴ്സും വാർഡ് മെമ്പേഴ്സും കൗൺസിലേഴ്സിന്റെ ഒരു ഡെലിഗേഷനായിട്ട് അവിടെ പോയി. അവിടെ കിട്ടിയ സ്നേഹവും സമ്മാനവും ഞാൻ തന്നെ അത് ഫീൽ ചെയ്തപ്പോ എനിക്ക് തന്നെ എന്തൊരു അഭിമാനമായിരുന്നു. നമ്മുടെ നരേന്ദ്രമോദിജി, ആഭ്യന്തരമന്ത്രി അമിത്ഷാജി, രാജ്യത്തിന്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമുജി, ഹെൽത്ത് മിനിസ്റ്റർ നഡ്ഡാജി, നാഷണൽ BJP പ്രസിഡന്റ് നിതിൻ നവീൻജി, വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻജി, ഇവരെല്ലാവരും അവരെ കണ്ടു എന്താണ് പറഞ്ഞത്? നിങ്ങളെ ജയിക്കുന്ന കാലങ്ങൾ ഇപ്പൊ വന്നു, ജയിക്കണം, NDA ജയിക്കണം, NDA ഭരിക്കണം, നാട് നന്നാവണം. ഇതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അവർ 100% പിന്തുണ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്ന് തീരുമാനിക്കേണ്ടത്, നമ്മുടെ ഒരു സങ്കല്പം, നമ്മുടെ ഒരു ദൗത്യം എന്താണ്? ഈ ഇലക്ഷനിൽ എല്ലാ സീറ്റിൽ എല്ലാ അസംബ്ലി സെഗ്മെന്റിൽ നന്നായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി NDA മത്സരിച്ച് ജയിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി.